കുട്ടികൾ പഠിക്കാനിരിക്കുന്നുണ്ട്. പക്ഷെ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല. എത്ര പറഞ്ഞു കൊടുത്താലും കുട്ടികളിൽ വലിയ പുരോഗതി കാണുന്നില്ല. ഇങ്ങനെയാണ് ഇപ്പോൾ പല രക്ഷിതാക്കളുടെയും പ്രയാസങ്ങൾ പറയാറുള്ളത്. അതിന് പരിഹാരമായ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കുട്ടികൾ പഠനത്തിന് പിന്നിലാവുന്നത് കഴിവില്ലാത്തതിന്റെ അടയാളമല്ല. അതിന് ചില കാരണങ്ങളുണ്ടാകും. ആ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുകയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതിനൊന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളെ മനസ്സിലാക്കുക. കുട്ടികളെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അവരെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങേണ്ടത്. നമ്മൾ എന്തുകൊണ്ട് നീ പഠിക്കുന്നില്ല എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിനക്കിഷ്ടപ്പെട്ട വിഷയം ഏതാണ്? അതേപോലെ ഏത് വിഷയം പഠിക്കുമ്പോഴാണ് പ്രയാസം തോന്നുന്നത്? ഇതോടൊപ്പം തന്നെ എങ്ങനെ പഠിച്ചാലാണ് മനസ്സിലാകുന്നത്? ഈ 3 ചോദ്യങ്ങൾ ചോദിക്കുകയും ഇതിനുള്ള കൃത്യമായ ഉത്തരം കണ്ടെത്തി അവരുടെ കഴിവും താല്പര്യവും മനസ്സിലാക്കിയതിനു ശേഷം പഠിപ്പിക്കുമ്പോൾ അവർക്ക് പഠനം ഒരു ഭാരമില്ലാതായി തോന്നും. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾക്ക് താല്പര്യമുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സമയം കൊടുക്കണം. മുഴുവൻ സമയവും പഠിക്കാൻ വേണ്ടി പറയുമ്പോൾ പഠനത്തിനോട് താല്പര്യം നഷ്ടപ്പെടുന്ന ഒരു അവസരം ഉണ്ടാകും. ഇങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ അവർക്ക് താല്പര്യമുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് പഠനത്തിനെ ബാധിക്കാത്ത നിലയിൽ അവർക്ക് ചെയ്യാൻ ഒരു അവസരം കൊടുക്കണം. അതിന് കൃത്യമായ സമയം നമ്മൾ നിശ്ചയിച്ചു കൊടുക്കുക. പഠിക്കാൻ വേറൊരു സമയം, എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്യാൻ മറ്റൊരു സമയം. ഇങ്ങനെ 2 സമയങ്ങളായി നിശ്ചയിക്കുമ്പോൾ പഠിക്കേണ്ട സമയത്ത് കൃത്യമായ രീതിയിൽ പഠിക്കാൻ അവർക്ക് കഴിയും. അതോടൊപ്പം ആ സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം നമ്മൾ അനുവദിച്ചു കൊടുക്കുന്ന എക്സ്ട്രാ ആക്ടിവിറ്റീസുകൾ പഠനത്തിനെ ബാധിക്കാത്ത രീതിയിൽ സന്തുലിതമായി കൊണ്ടുപോകാനും രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. മൂന്നാമത് പറയാനുള്ളത് എക്സ്ട്രാ കെയർ നൽകേണ്ട കുട്ടികൾ ഉണ്ടാകും. അവർക്ക് നമ്മൾ വേണ്ട എക്സ്ട്രാ കെയർ നമ്മൾ നൽകുക തന്നെ വേണം. അതോടൊപ്പം ഓരോ ദിവസവും വീട്ടിൽ വന്നതിന് ശേഷം പഠിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ടത്ര സമയം അവരോടൊപ്പം ചെലവഴിക്കാനും രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അവർക്ക് വേണമെങ്കിൽ നമ്മൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവരോടൊപ്പം ഇരിക്കുകയും അവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നല്ലത് രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അതിന് സാധിക്കുകയില്ലെങ്കിൽ മാത്രം നമ്മൾ പുറത്തുനിന്ന് ഒരാളെ ട്യൂഷൻ ഏൽപ്പിക്കാം. അല്ലാതെ ട്യൂഷന് പറഞ്ഞു വിടുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലത് രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കലാണ്. നമ്മുടെ ടീച്ചിങ് എബിലിറ്റിയെ പറ്റി നമുക്കൊരു ബോധ്യമുണ്ട്, നമുക്ക് സാധിക്കില്ല എന്നാണെങ്കിൽ അതിന് സാധിക്കുന്ന ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും റബ്ബിനോട് ചോദിക്കാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ചോദിച്ച കാര്യങ്ങൾ കിട്ടുമെന്ന ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ ദ്വാ ചെയ്താൽ ഉത്തരം ലഭിക്കുമെന്നൊരു ബോധ്യം അവരുടെ മനസ്സിൽ വരുമ്പോൾ പതിയെ പതിയെ അവരുടെ ആത്മവിശ്വാസം വളരും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്.